ഹലോ മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ GTA 5 അടുത്ത ഒരു മെഷീനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് സ്നൈപ്പിംഗ് മെഷീനാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് മാപ്പിൽ സ്ഥലം മാർക്ക് ചെയ്തേക്കാം. അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇന്നിവിടെ പണി നടക്കുന്നത്. ഇതെന്ത് ഇവന്മാർ ഇങ്ങനെ നിൽക്കുന്നത്? ഇവന്മാർ മുടയാണെന്ന് തോന്നുന്നു. ഇവന്മാരോടൊന്ന് മുട്ടി നോക്കാം. അതെ, അവൻ അടിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിട്ടുണ്ട്. എടാ, ഓക്കെ, ഇടിച്ച് എന്തായാലും ഇവനെ ഒന്ന് കൊല്ലും. ഓ, അവൻ ചത്തിട്ടുണ്ട്. ഓ, അടുത്തവൻ വന്ന്. ഓ, പക്ഷേ ഇടിക്കുമ്പോൾ നല്ല രീതിയിൽ ലൈഫ് പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, രണ്ടിടിയും കൂടെ കൊണ്ടുവന്ന് നമ്മൾ ചത്തുപോയനെ. ഓക്കെ, നമ്മൾ അവന്മാർ രണ്ടുപേരെ കൊന്നിട്ടുണ്ട്. നമുക്കിനി നൈസായിട്ട് ചീറ്റ് കോഡ് അടിച്ചിട്ട് നൈസായിട്ട് ആ വാണ്ടഡ് ലെവൽ അങ്ങ് മാറ്റിയേക്കാം. ഇനിയും ഓക്കെ, നമ്മൾ വാണ്ടഡ് ലെവലൊക്കെ മാറ്റി മച്ചാന്മാരെ നമ്മൾ സെറ്റായിട്ടുണ്ട്. അതിനു മുന്നേ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അവനൊക്കെ ആരാന്ന് പോലും അറിയത്തില്ല. വണ്ടി എടുക്കാം. അവൻ നോക്കി നിൽക്കുന്നു നമ്മളെ. അവനെന്തോ നമ്മളെ നോക്കി പേടിപ്പിക്കുകയാണോ? എല്ലാവരും അങ്ങ് ഉടക്കം മൈൻഡാണല്ലോ. അവനെന്തോ പേടിപ്പിക്കുകയാണോ? പേടിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് ഒരു കിഡിലൻ ഇടി ഞാനിന്ന് കൊടുക്കും എന്തായാലും. അതിനനുസരിച്ചുള്ള നമ്മൾ ചീറ്റ് കോഡ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? അങ്ങനെ രണ്ടു തവണ കൂടെ ഇടിച്ചു നോക്കാം. നമ്മൾ ഇടിക്കാൻ വരുമോ നോക്കാം. ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇടിക്കും. ഓ, അവൻ താളം അടിക്കാൻ മാത്രം അറിയാവുന്നവനായിരുന്നു കേട്ടോ. അവനല്ലാതെ നമ്മളുമായിട്ട് അടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അവനില്ല. അതെന്തോ ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ മിഷൻ നടക്കുന്നിടത്തോട്ട് പോവാം. മച്ചാമാരെ, നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ബൈക്കുകാരനെ നമ്മൾ കൊന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ഓടിക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതിൽ ഓടിക്കാം. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഓടിക്കും. എന്നത് ഒരുത്തിനും ഒന്നും പറയാനില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. നമ്മുടെ നല്ല വണ്ടിയാണ്, നമ്മുടെ നല്ല സ്ട്രെങ്തുള്ള വണ്ടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ബൈക്കുകാരന് കൊടുക്കാം. ബൈക്കുകാരനൊരു ഇടി കൊടുക്കണം. ഓക്കെ, ഒരു ബൈക്കുകാരൻ ചത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബൈക്ക് അടിപൊളി ബൈക്കാണ്. ഞാനിപ്പോൾ ഇടിച്ചു കളഞ്ഞത്. നൈസായിട്ട് ഹയാബൂസ ലുക്കുള്ളൊരു വണ്ടിയാണ്. പക്ഷേ നല്ല സ്പീഡുണ്ട് കേട്ടോ വണ്ടിക്ക്. അടിപൊളിയാണ്, നല്ല സ്പീഡുണ്ട്. ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. എന്തായാലും മച്ചാന്മാരെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൊടുത്തോ. വണ്ടിയൊക്കെ കമന്ന് കിടന്ന് കത്തുന്നുണ്ട്. ഒരുത്തിയാണോ ഒരുത്തനാണോ? ഇത് ഒരുത്തിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ഒരുത്തിയാണ്. നമുക്ക് എന്തായാലും ഇവിടെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റാം. എനിക്കൊന്ന് ഇവിടെ എന്തോ പട്ടി ഷോ കാണിച്ച് ഞാൻ തോന്നുന്നു. എന്തായാലും കൊള്ളാം, നമുക്ക് പണിയായിട്ടുണ്ട്. നമുക്കിത് സഹായിക്കാം. നന്മയുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് എല്ലാത്തിനും. ഓക്കെ, ഇപ്പോൾ ഇവിടെ അടുത്ത വണ്ടി ഇടിച്ച് കത്തേന് ജസ്റ്റ് മിസ് കേട്ടോ. അവൾ ഡോർ അടയ്ക്കുന്നതിന് മുന്നേ നമ്മൾ വണ്ടി എടുത്ത്. എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും അവളെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കാം. അതുകൊണ്ട് ആ പോകുന്ന വണ്ടി ഏകദേശം ഫോർഡ് മസ്റ്റാങ്ങിൻ്റെ ലുക്കുണ്ട്. ബാക്കിലത്തെ ലൈറ്റൊക്കെ കാണുമ്പോഴേ നൈസായിട്ട് അങ്ങനത്തെ ഒരു ലുക്കില്ലേ. പക്ഷേ അതൊന്നും ആ വണ്ടി അല്ലെന്നാണ്. ഇതിൽ വേറെ പേരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈസൻസ്ഡ് ആയിട്ടുള്ള വണ്ടി ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി എന്തായാലും അറിഞ്ഞുവിടാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. നമുക്ക് നമ്മുടെ സ്നൈപ്പിംഗ് മെഷീൻ വേണം. അതിന് മുന്നേ ഇവളെ കൊണ്ട് അവിടെ വീട്ടിൽ കൊണ്ടങ്ങ് വിടണം. ഇവിടെ പോയി തോലഞ്ഞെന്നൊക്കെ ആർക്കറിയാം. എന്തായാലും നമുക്ക് ഈ ബൈക്കുകാരനെയൊക്കെ ഇടിച്ച് കളയാം. ഓക്കെ, പുള്ളിയെ സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട്. ബൈക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട് നമ്മൾ. പുള്ളിക്ക് പറ്റുന്ന സമയമൊക്കെ വന്ന് ബൈക്ക് എടുക്കട്ടെ. എന്തായാലും അങ്ങേർക്കൊരു ഇടി കൊടുത്തിട്ടുണ്ട്. ബൈക്ക് സൈഡിൽ പോയി. പുള്ളി റോഡിലും കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ അവിടെ ഒരു ടേൺ ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു റൈറ്റിലോട്ടുള്ളൊരു ടേൺ ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ടേൺ ചെയ്താൽ മതിയായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ സീനാണ് കേട്ടോ. ചുമ്മാ തിരിഞ്ഞ് വരുന്ന വഴിക്ക് തന്നെ ഓപ്പോസിറ്റ് വണ്ടി വരുന്നു. ഭയങ്കര ഡാർക്ക് അവസ്ഥ. എന്തായാലും ഇവിടെ വീട്ടിലാണെന്ന് തോന്നുന്നു. ഇവിടെ വീട് ഏത് രാജ്യത്തിൻ്റെ ഏതോ അറ്റത്തെങ്ങാണ്ടെന്ന് തോന്നുന്നു. കുറേ ദൂരം വന്നല്ലോ. നമുക്ക് നമ്മുടെ മെഷീനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടെ വിട്ടേക്കാം. ഇരിക്കട്ടല്ലേ, ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ കൂടെ.
ഗൈസ് കുറച്ച് സീനാണ് കേട്ടോ. അവനെ അരച്ച് വിട്ടിട്ടുണ്ട് ഒരു ബൈക്കുകാരനെ. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് വീണ്ടും പോയിട്ട് വീണ്ടും റൈറ്റ് അടിച്ച് വീണ്ടും ലെഫ്റ്റ് അടിച്ച് വീണ്ടും റൈറ്റ് അടിച്ച് എങ്ങനത്തെ ഒക്കെ ഉള്ളൊരു വഴിയാണ്. ഇവള് വീട് കൊണ്ട് വെച്ചേക്കുന്നൊരു പിടിയില്ലല്ലോ. എത്തി കേട്ടോ, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടാന്ന് തോന്നുന്നു. ഇവിടെ ആണ്. നമുക്ക് എന്തായാലും ഇവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇതെന്ത് കടയാണോ? ഇത് പുള്ളിക്കാരത്തിയുടെ ഭർത്താവാണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞു. ആ കടയിലോട്ട് കയറ്റിയിട്ടുണ്ട്. കടയാണോ വീടാണോ അത് ആർക്കറിയാം. എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും സേവ് കൊടുക്കാം. ഓക്കെ, നമുക്ക് പുതിയൊരു കോണ്ടാക്റ്റ് ആണെന്ന് തോന്നുന്നു. എന്തോ സംഭവം അൺലോക്ക് ആയിട്ടുണ്ട്. ഇതേത് വണ്ടി? ആ വണ്ടി കൊള്ളാം, പക്ഷെ നമ്മൾ ആ വണ്ടി എടുക്കുന്നില്ല. നമുക്ക് നമ്മുടെ വണ്ടി മതി. ഇതുവഴി പോവാം. എന്തായാലും കൊള്ളാം മച്ചാന്മാരെ. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. വളരെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തി. ഇതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിത് നമ്മുടെ വീടിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു പുള്ളി ഇവിടെ നിൽപ്പുണ്ട്. എന്താണ്ട് കണ്ട് പേടിച്ചാന്ന് തോന്നിക്കുന്നത്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് കയറാം. പുള്ളി എന്തോ കണ്ട് പേടിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ വീടെല്ലാം അടിച്ച് നശിപ്പിച്ച് കിടക്കുകയാണോ അതോ നശിപ്പിച്ചിട്ടയാണ് ഗൈസ്. നശിപ്പിച്ചിട്ടയാണ്. ഏതാണ്ടൊക്കെ അടിച്ചു പൊട്ടിച്ച് കളയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെന്താ? ഇത് ടോയ് ആണോ? മച്ചാന്മാരെ, നമ്മുടെ ടോയ് ഒക്കെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സീനാവും. ടോയ് ഒക്കെ അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ സീനാവും. ഓക്കെ, നമുക്ക് വണ്ടി തന്നിട്ടുണ്ട്. വണ്ടി എന്തായാലും ഈ വണ്ടിയാണ് ഉള്ളത്. നമുക്ക് എന്തായാലും ഇനിയും നേരെ ഗണ്ണ് വാങ്ങാൻ പോവാം. നല്ലൊരു സ്നൈപ്പർ അങ്ങോട്ട് വാങ്ങാം. അതിനനുസരിച്ചുള്ള സപ്രസറും സ്കോപ്പും കാര്യങ്ങളും എല്ലാം വാങ്ങണം. എന്നിട്ട് വേണം നമുക്കൊരു കിടിയിലൻ അടി അങ്ങോട്ട് അടിച്ചു തുടങ്ങാൻ. അതായത് സ്നൈപ്പർ വാങ്ങിച്ചിട്ട് നമ്മൾ ദൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ് ആയിരിക്കും. അവിടെ നിന്നൊക്കെ കറക്റ്റ് അടി കൊണ്ട് ചത്താൽ മതിയായിരുന്നു എല്ലാ എണ്ണോ. അല്ലെങ്കിൽ നമ്മുടെ ആളും ചത്തുപോകും. നമ്മുടെ ടീമേറ്റിനെ അവർ കൊല്ലുകയല്ല ചെയ്യും. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നിങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണം നമുക്ക് സ്നൈപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ. സ്നൈപ്പർ ഫ്രീ ആണെന്ന് തോന്നുന്നു. പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സപ്രസർ വേണം. അഡ്വാൻസ്ഡ് സ്കോപ്പ് പർച്ചേസ് ചെയ്തു. കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം. ATV അതെന്ത് സാധനം? ATV എന്ന് പറയുന്ന സാധനം വണ്ടിയാണോ? എനിക്കൊരു പിടിയില്ല. വണ്ടിയാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ വണ്ടിയായിരിക്കും. ATV വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ഗോ ടു എന്തോ റോൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മറ്റേ പുള്ളിയില്ലേ, പുള്ളിയുടെ അടുത്തോട്ട് പോകാനാണ്. എന്താണോ ഇങ്ങനെ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പുള്ളിയുടെ അങ്ങോട്ട് പോയേക്കാം. ഇതേ മച്ചന്മാരെ, നമ്മൾ റോഡിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറണം. ഓക്കെ, നമ്മൾ എന്തായാലും അങ്ങോട്ട് നൈസായിട്ട് ഇലയൊക്കെ എടുത്ത് മാറ്റി പെയ്യെ സ്റ്റെയർ കേസൊക്കെ അങ്ങോട്ട് കയറാം. സ്റ്റെയർ കേസ് അല്ല, ലാഡർ പോലത്തെ. എന്തായാലും ഏണി വലിഞ്ഞ് അങ്ങോട്ട് കയറാം. ഏണി വലിഞ്ഞേറിയ ട്രെയിൻ പോകുന്നു. മച്ചന്മാരെ, ഈ ട്രെയിനകത്ത് ഇരിക്കുന്ന ആളെ വെടി വെച്ച് കൊല്ലാൻ പറ്റുമെന്ന് കൊല്ലും. പക്ഷെ അപ്പോൾ ഞാൻ ട്രെയിൻ ഓടുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഒരു തവണ കൊന്നിട്ടുണ്ട് അങ്ങനെ. ബൈക്കിൽ പോയിട്ട് എൻ്റെ സാൻചീസ് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു തവണ അങ്ങനെ കൊന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും പക്ഷേ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കും. ട്രെയിൻ നിൽക്കത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, നമ്മുടെ സ്കോപ്പ് ചെയ്തിട്ട് സീനൊന്നുമില്ല. നമ്മുടെ ആൾ പോകുന്നുണ്ട്. നമ്മുടെ ടീമേറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട് അവരുടെ അടുത്ത്. മച്ചാനെ, നമ്മളിന്ന് സ്കോപ്പ് ചെയ്ത് ഷൂട്ടും ചെയ്യും. നമ്മളിന്ന് അവിടെ നിന്നൊരു സാധനം തൂക്കുന്നുമുണ്ട്. എന്താണെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. അവൻ നിൽക്കുന്നു. അവനെ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഷൂട്ട് ചെയ്ത് ഞാൻ ചത്തുപോകും. അതുകൊണ്ട് അവനെ ഷൂട്ട് ചെയ്യത്തില്ല. അവനെന്തായാലും നോക്കിക്കൊണ്ടിരിക്കാം. അവനെ നോക്കണമല്ലോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവനെയൊക്കെ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് സ്കോപ്പ് ചെയ്ത് വെച്ചേക്കാണ്.
നമുക്കിവൻ കാണിച്ചു തരും അവിടെ ഒരുത്ത് നിൽപ്പുണ്ട്, അവനെ ഷൂട്ട് ചെയ്ത് കൊല്ല്, എന്നിട്ട് മറ്റവനെ ഷൂട്ട് ചെയ്ത് കൊല്ല്, അങ്ങനെയൊക്കെ ഇവൻ കാണിച്ചു തരും. ഓക്കെ ഓക്കെ, അവൻ അടുത്തവനെ കാണിച്ചു കേട്ടോ. അതെ ഓക്കെ, ഒരു ഷൂട്ടിൽ അവനെ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇനി എന്താ ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്നു ഇനി അവനെന്തി ഒരു പിടിയില്ലല്ലോ, അവനെന്തി അതുകൊണ്ട് നിൽക്കുന്നു. മച്ചന്മാരതുകൊണ്ട് വണ്ടി വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഔട്ട് ലൈറ്റ് അറൗണ്ട് വാച്ച് ടവർ. ആ വാച്ച് ടവറിൽ ലൈറ്റെല്ലാം പൊട്ടിക്കണമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. വാച്ച് ടവറിൽ ലൈറ്റ് പൊട്ടിക്കണം. ഓക്കെ, നമ്മളടുത്ത് ലൈറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഓ ചത്തില്ലടാ, ഓ ചത്ത്. ഓ പക്ഷെ അവരെല്ലാവരും അലേർട്ടായി. ഓ മച്ചന്മാരെ സീനായി, നമ്മളെ ആളെ കൊന്നു. ഓ നമ്മളെന്തായാലും റീട്രൈ കൊടുത്തിട്ടുണ്ട്. ഇതേ വീണ്ടും അവിടെ ഇട്ട് വന്നിട്ടുണ്ട്. അവനിപ്പോൾ നമ്മൾ വെടി വെച്ച് കൊല്ലാൻ പാടില്ല, കാരണം അവൻ ചത്തു പോകുമ്പോൾ തന്നെ അവൻ എന്താ ചെയ്യാന്നറിയാം. ഇത് ഹോണിലോട്ട് ഹെഡ് വീണിട്ട് അവൻ അവിടെ ഇങ്ങനെ നിൽക്കും. അതായത് ഹെഡ് എന്നിട്ട് മറ്റേ ഹോണിലോട്ട് ഇടിച്ചങ്ങ് നിൽക്കും. അപ്പം ഹോൺ സൗണ്ടൊക്കെ കേട്ട് ആകെ എല്ലാവരും സീനാവും. നമുക്കല്ലാതെ അവൻ ഇറങ്ങി വന്നിട്ട് കൊല്ല. എന്തായാലും അവനിപ്പോൾ ഇറങ്ങി വരുമായിരിക്കും. ഓക്കെ, അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, അവൻ ചത്തു. അവൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്ത ആളുടെ കാര്യമാണ്. ഇനിയും നമുക്ക് നോക്കാം. ഇനി ആരാണ്ടൊക്കെ ഉണ്ട്, എവിടൊക്കെയോ ആരോ ഉണ്ട്. ഇതിനകത്തൊന്നും ആരും ഇല്ലല്ലോ. എവിടെ ആളെ നിൽക്കുന്നതിന് എന്ത് ആരും ഇല്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. മച്ചന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ. ആളിവിടെ മാപ്പിനകത്ത് കാണിക്കുന്നുണ്ട്, പക്ഷേ എവിടാ അവനൊന്നും കാണുന്നില്ല. മാപ്പിനകത്ത് പക്ഷെ കാണിക്കുന്നുണ്ട് കേട്ടോ, അവനും നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവനെവിടാ? ടവറിന് കാണിക്കുന്നില്ലല്ലോ. തോണ്ട്. ഓക്കെ, അവനും തീർന്നു. ഓക്കെ, മറ്റവനും തീർന്നു. കാര്യമായി മച്ചന്മാരെ, അല്ലേ നമ്മളിപ്പോൾ സീനായതിനെ. അവനിപ്പോൾ മറ്റവനെ കണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്ര നേരം ചെയ്തൊക്കെ വെറുതെ ആയതിനെ. ഒരുത്തൻ വരുന്നുണ്ട്. ഓക്കെ, അവനെ തീർത്തിട്ടുണ്ട്. കാരണം അവനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാവത്തില്ല. അവൻ താഴോട്ട് ഇറങ്ങി വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരെയും അലേർട്ടാക്കും, അത് സീനാവും. ഓക്കെ, നമ്മുടെ മച്ചാൻ സേഫാണോ? അവനവിടെ സേഫാണ്, സീനൊന്നും ഇല്ല. അവനവിടെ കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ ഒരുത്തനോട് അങ്ങോട്ട് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ദേ പോകുന്നു നമ്മുടെ ആള് പോകുന്നുണ്ട്. ഓ അതുകൊണ്ട് അവിടെ ഒരുത്തൻ. ഓക്കെ, അവനെ തീർത്തിട്ടുണ്ട്. ഓ ഷിറ്റ്, അവനെ കണ്ടു. ഓ കാര്യമായി കേട്ടോ. ആ സമയത്ത് അവൻ്റെ അകത്ത് വെടി കൊണ്ട കാര്യമായി. അല്ലായിരുന്നെങ്കിൽ സീനായനെ. അവൻ ഉറപ്പായിട്ടും കണ്ടുപിടിക്കുകയും ചെയ്തേനെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായനെ. എന്തായാലും നമുക്ക് ആരെയും കാണുന്നില്ലല്ലോ. ഓ വണ്ടിയിൽ ആളിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവനെ കൊന്നു. ഓ ഷിറ്റ്, ആരോ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആരോ കണ്ടോ? റെഡ് കാണിക്കുന്നുണ്ട് മാപ്പിൽ. എന്തിയടാ, ഒരു റെഡ് കൂടെ കാണിക്കുന്നുണ്ടല്ലോ. മണ്ടയ്ക്കല്ല ആണോ? അല്ല, നമ്മുടെ ആളവിടെ നിൽപ്പുണ്ട്. ഓ ടേക്ക് ഔട്ട് ദ പൈലറ്റ്. എന്തിയാ പൈലറ്റ്? ഇനി പ്ലെയിൻ വേണ്ടേ പൈലറ്റിന്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പൈലറ്റിനെ കാണുന്നില്ലല്ലോ. പ്ലെയിനും ഒന്നും ഇല്ലല്ലോ, പിന്നെന്തി ചെയ്യടാ ഈ സാധനം? ഓക്കെ കിട്ടി. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ അവരെ കണ്ടത്. ഇത്ര നേരം ഞാൻ കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. ഓ അവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. ഗൈസ്, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ എല്ലാം ആളായെന്ന് തോന്നുന്നു കേട്ടോ. ഷിറ്റ്, എല്ലാവരും അലേർട്ടായിട്ടുണ്ട്. എല്ലാവരും അലേർട്ടായി കേട്ടോ. എല്ലാവരും അലേർട്ടായി. സീനായി. പ്രശ്നമായി ഫുള്ള്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും വെടി വെക്കാം. വേറെ ഒരു പരിപാടി ഇല്ല. ഇനിയിപ്പോൾ വെടി വെച്ച് എല്ലാവരെ കൊന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും.
ഓക്കെ, ഒരുത്തിനെ കൊന്നിട്ടുണ്ട്. ഇതാര് അവനെ കൊന്നു. ഓക്കെ ഞാൻ കണ്ടു. പക്ഷെ അവനെ അങ്ങനെ ഒന്നും ഞാൻ കാണത്തില്ല. ആ പൊസിഷനിലേക്ക് അവനെ കാണത്തില്ലായിരുന്നു. അച്ഛന്മാരെ നമുക്ക് അങ്ങോട്ട് നിൽക്കാം, വെള്ളിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് കൊല്ലാം അവനെ. ഓക്കെ, അവനെ കൊന്നു. ഇവിടെ കൊണ്ട് ഒരുത്തനുണ്ടായിരുന്നല്ലോ. കിട്ടി. ഓക്കെ കിട്ടി. കറക്റ്റ് അവൻ്റെ തലയ്ക്കായിരുന്നു. അവൻ്റെ ആ മൊട്ടത്തല വെളിയിൽ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരുത്തനുണ്ട്. റീലോഡായിരുന്നു. ഓക്കെ, അവൻ ചത്തു. ഓക്കെ, അവനെ കൊന്നു. കവറെടുക്ക്. ഓക്കെ, അടുത്ത ആള്. പക്ഷേ അവൻ ചത്തില്ല. ഓക്കെ, അവനും ചത്തു. ഇനി ആൾക്കാരുണ്ട്. നമുക്ക് ടർട്ടിൽ ഒന്നുകൂടെ അടിച്ച് ലൈഫ് സെറ്റ് ചെയ്യാം. എന്ത് ഇവിടെ ആയിരുന്നോ? ഓക്കെ, ഇതാരും ചത്തില്ലായിരുന്നു ഞാൻ. ഗെറ്റ് ഇൻ ദ പ്ലെയിൻ. ഗൈസ്, പ്ലെയിൻ ഉണ്ട്. പ്ലെയിൻ എടുക്കാം, വാ. ഗെറ്റ് ഇൻ ദ പ്ലെയിനാണ് നമുക്ക് എന്തായാലും. ഓക്കെ, നമ്മൾ പ്ലെയിനിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ എല്ലാം നമുക്ക് വെടിവെച്ച് മുഴക്കി ഇടാം. ഓക്കെ, ഇവിടെ നിന്നൊരു സീനില്ല. കുറച്ച് പേരുണ്ട്, അവരെല്ലാം വെടിവെച്ച് കൊല്ലണം. ബൈക്കിലൊക്കെ ആൾ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എപ്പോഴേ കൊന്ന് നൈസായിട്ട് അവനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഓക്കെ, അവരെല്ലാവരെയും കൊന്ന് കളയണം. ഗൈസ്, ഇവിടെ എല്ലാം ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഓക്കെ, അവൻ ചത്തു. അവനും ചത്തു. ഓക്കെ, അവനും ചത്തു. ദൈവന്മാരെ എല്ലാത്തിനും അവിടെ ഇതെല്ലാം ഫാനിലാണ് വെടി കൊള്ളുന്നത് ഗൈസ്. ഓക്കെ, ഓക്കെ, അവനെ കിട്ടി. ഇതാര്? അവൻ ബൈക്കിലൊക്കെ വരുന്നു എൻ്റെ കൂടെ. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റോഡിനെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് പോയി ഫ്ലൈറ്റ് എടുക്കാം. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റ് എടുത്തു. അവന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തുന്നുണ്ട്, അതിലോട്ട് വലിഞ്ഞു കയറി കിടപ്പുണ്ട്. ഓക്കെ മച്ചാമാരെ, നമ്മളായിട്ട് ഫ്ലൈറ്റൊക്കെ എടുത്ത് പറപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുത്തൻ സൈഡിൽ കിടപ്പുണ്ട്. അവനെ ഇങ്ങോട്ട് തള്ളിക്കളയാം. അവനെന്താ പോവാത്തെ? അവൻ പോകത്തില്ലല്ലേ? അങ്ങനെയാണോ? അറ്റുപോയി ഗൈസ്. അവൻ അറ്റുപോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മളെന്തായാലും ഇന്നത്തെ മിഷൻ ഇവിടെ വെച്ച് തന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഫ്ലൈറ്റ് ഇനി ഒരിടത്ത് ഒതുക്കാനുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കെന്തായാലും അവിടെ ആ ഒരു ഫ്ലൈറ്റ് കൂടെ അങ്ങോട്ട് ലാൻഡ് ചെയ്യിക്കണം. ലാൻഡ് ചെയ്യുന്ന എന്തായാലും കുറച്ച് പണിയായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ മച്ചാന്മാരെ, നമ്മൾ ലാൻഡ് ചെയ്യുന്ന സ്ഥലമായിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ലാൻഡിങ് ചെയ്യേണ്ടത്. പക്ഷേ പ്ലെയിൻ തന്നെ തോന്നുന്ന പോലെയൊക്കെ പോകുന്നു. ഓക്കെ, താഴെ കുറച്ചുകൂടെ. പോട്ടെ. ഓക്കെ, താന്ന് സെറ്റായി ഗൈസ്. എന്തായാലും ഉള്ള ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പക്ഷെ പ്ലെയിൻ നിന്നില്ല ഗൈസ്. അത്ര ഉള്ള ട്വിസ്റ്റ് എന്ന് പറയാൻ പ്ലെയിൻ നിന്നില്ല. നോക്കൂ ഗൈസ്. ഷിറ്റ്, ഇതെന്ത് കഷ്ടമാണെന്ന് പറ. ഈ പ്ലെയിൻ എങ്ങനെ നിൽക്കുന്നതിന്? എൻ്റെ പ്ലെയിൻ്റെ ചിറകൊക്കെ ഒടിഞ്ഞു ഗൈസ്. നമുക്ക് പ്ലെയിൻ നിർത്തണം. അതാണ് നമുക്കിനി വേണ്ടത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറേ പോകണം. കുറച്ചുകൂടെ പോയിട്ട് പ്ലെയിൻ നമുക്ക് നിർത്താൻ നോക്കാം. എന്തായാലും ഗൈസ്, ഈ ഒരു ചാൻസ് നമ്മൾ പ്ലെയിൻ എന്തായാലും നിർത്തുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്തായാലും ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും വേണം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പ്ലെയിൻ താഴണേ ഭഗവാനേ, നിന്നാൽ മതി താഴ്ന്നൊക്കെ. ഓക്കെ, പക്ഷെ നിൽക്കുന്നില്ല. ഇതിലാണ് നിൽക്കുന്നതെന്ന് അറിയത്തുമില്ലല്ലോ.
ഓക്കെ, പ്ലെയിനൊക്കെ നിർത്തുന്ന പാട്. പ്ലെയിനൊക്കെ എന്ന് വെച്ചാൽ തുണി നനയ്ക്കുന്ന പോലെയൊക്കെയാണ് പ്ലെയിൻ പോകുന്നത്. ഓക്കെ ഗൈസ്, എന്തായാലും കൊള്ളാം. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ എന്തായാലും ഫുള്ള് വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ.